താൻ എവിടെ നോക്കിയാണോ വണ്ടി ഓടിക്കണേ? ചാവാൻ തയ്യാറായാണോ വീട്ടിൽ നിന്ന് പോന്നേ? അതെ, ഒന്നുകിൽ ചാവാൻ അല്ലെങ്കിൽ കൊല്ലാൻ. എന്തോ താനെന്താ കൊല്ലോ? എന്താ 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 ഏയ് ലക്കിലിടാനത് വണ്ടി ഓടിച്ചത് ചോദിച്ചപ്പോ ചൂടാവാ. എന്താടോ താൻ കള്ളു കുടിച്ചിട്ടുണ്ടോ? സാറ് പോയാട്ടെ. പോയി വല്ല ജോലി നോക്കണോ? എന്നിട്ട് സാറേളായിട്ട് വഴക്കുണ്ടാക്കിയോ? ഒന്ന് കൊടുക്കേണ്ട വർത്താനം അയാൾ പറഞ്ഞത്. ഒന്നുമില്ല ഈ ചാവാൻ അല്ലെങ്കിൽ കൊല്ലാൻ കണക്കാക്കിയ വന്നേന്ന്. അപ്പോഴേക്കാ സദാശിവൻ കയറി വന്നു. ഞാൻ പിന്നൊന്നും പറഞ്ഞില്ല. ഓ ഭാഗ്യം. എന്ത് പറ്റിയൊന്നും പറയണ്ടിരുന്നത്? ആ അത് പോട്ടെ. എന്തിനപ്പ കാപ്പി? തിന്നാനൊന്നുമില്ലടി, നല്ല വിശപ്പ്. എന്നാ ഡിന്നർ കഴിക്കാം. അത് കുറച്ച് കഴിയട്ടെ. നീ ഇങ്ങ് വന്നേ, ഭയങ്കര വിശപ്പ്. അങ്ങനെ ഇപ്പൊ വിശക്കണ്ട എന്റെ മോന്. അപ്പൊ എന്നപ്പുറത്തുണ്ട്. എന്നാ ഞാൻ 2 ലാർജ് അടിക്കാൻ പോവാ. അങ്ങനെ ഡെയിലി കഴിക്കണ്ട. ഇന്നലെ രാത്രി 1 ലാർജ് എന്ന് പറഞ്ഞിട്ട് 4 എണ്ണം കഴിച്ചു. ഒന്നുമില്ല, നീ എന്റെ അടുത്ത് വരാ. അരെ 2 ലാർജ് അടിക്കാൻ സമ്മതിക്കാം. എന്താ വേണ്ടേ? കഷ്ടണ്ട് കേട്ടോ. ആ പെണ്ണിനെ അറിയില്ലേടി നമ്മള് ഭാര്യയും ഭർത്താവെന്ന്. പിന്നെന്താ? എന്താ ആരും വരുന്നു. ആരാ മോനേട്ടാ? ഏയ് ആരുമില്ല. ആരും നടക്കണ പോലെ എനിക്ക് തോന്നി. അത് വല്ല നായ നിഴലും കണ്ട് കുറച്ചതാവും. ഇനി നേരത്തെ ഞാൻ പറഞ്ഞ ബൈക്കുകാരനെ മറ്റാണോടി? ഹലോ, എന്താ നീ ആലോചിക്കണേ? ഒന്നുമില്ല. വാ. അയ്യോ, 7 മണിയാ. മീരേ, മീരേ, കഴിഞ്ഞില്ലേ ഇതുവരെ? മീരേ, എന്താ കഴിഞ്ഞില്ലേടി? കഴിഞ്ഞു. എന്താ മോനേട്ടാ? നമുക്ക് ഒരുമിച്ച് വിളിക്കാടി. എന്താടി എന്ത് മോനേട്ടാ ഇത്? എന്ത് കഷ്ടമായത്. പുറത്തു പോ മോനേട്ടാ, നോണില്ലല്ലോ. ഒന്ന് ഓടി കിടന്ന്. ഒരു നാണക്കാരി. നിന്നെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. കൊല്ലിഞ്ഞ മോനേട്ടാ. എന്താ മീര? പോ മോനേട്ടാ. എടി, ഒരു ഭാര്യ ഇത്ര അഹങ്കാരം പാടില്ലടി. ഒരു ഭർത്താവിനോട് ഇങ്ങനെ പെരുമാറാൻ പാടില്ല. ഭർത്താക്കന്മാരെ ഇങ്ങനെ കുറുമ്പം കാട്ടരുത്. എടി, മണി 7, എനിക്ക് ഫാക്ടറി പോണം. തട്ടി മുട്ടി നിന്ന് നേരം കളഞ്ഞ് പോർക്കണം. എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടതാ. നീ ആരടി, ഡോക്ടറോ അല്ലെങ്കിൽ നേഴ്സോ? ഒരു റിസപ്ഷനിസ്റ്റ് വൈകി നിന്നിട്ട് ഒരു ചുക്ക് സംഭവിക്കാൻ പോണില്ല. വേണ്ട. ഒന്നിറങ്ങടി, ഒന്നിറങ്ങി മീര, ഒന്നിറങ്ങടി വേഗം. കഴിഞ്ഞടാ. ആഹാ, മോനേട്ടാ. വേണ്ട. മീരേ, എടി, ഞാൻ വെറുതെ ഒരു തമാശക്ക്. ഇങ്ങനെ
ഒരിക്കലും മനുഷ്യന് സ്വൈരം കെടുത്തരുത്. പിന്നെ എങ്ങനെയാ സ്വയം കെടുത്തണ്ടേ? ഇങ്ങനെ വാ. ശ്ശേ, ഇങ്ങനെയുണ്ടോ മനുഷ്യര്? നീ ഇന്ന് ഏത് വെച്ചിട്ടാടി വലിയച്ച്? അയ്യേ കുതിര. ഓക്കേ, ഇനി സാറിപ്പിക്കും. നിനക്ക് ഈ മോപ്പട് വാങ്ങി തന്നോണ്ട് എനിക്ക് യാതൊരു ലാഭമില്ല, നഷ്ടേ ഉള്ളൂ. എസ്കോട്ടായിട്ട് പിന്നാലെ വരികയും വേണം. ഒരു പെണ്ണ് പുറയിലിരിക്കുമ്പോഴുള്ള സുഖം എന്റെ ബൈക്കിന് പാഴാവുകയും ചെയ്തു. ഞാൻ ഒറ്റയ്ക്ക് ഓടിച്ചു പോന്നാളാന്ന് പറഞ്ഞ് കേൾക്കാഞ്ഞിട്ടല്ലേ? കൊള്ളാം. ഒറ്റയ്ക്ക് ഓടിച്ചു പോന്നിട്ട് ബാക്കിയുള്ളവന് സമാനമായിട്ടിരിക്കാൻ പറ്റുമോ? എനിക്ക് നല്ല പ്രാക്ടീസായി. വേണ്ട വേണ്ട, മോള് പോ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. சீக்கிரம் போங்க, டாக்டர் ரவுண்ட்ஸ் போற டைம் ஆச்சு. சரி சமீரா, உங்களுக்கு ஒரு லெட்டர் வந்திருக்கு. മോൾക്ക് കുഞ്ഞമ്മാവൻ എഴുതുന്നത്, ഇന്നലെ രാത്രി ജീവൻ ഇവിടെ വന്നിരുന്നു. അയാളെ ജയിലിൽ നിന്നും വിട്ടു അത്രേ. അയാൾ ഇവിടെ വന്ന് കുറെ ബഹളം ഉണ്ടാക്കി. നീ കല്യാണം കഴിച്ചു എന്നറിഞ്ഞപ്പോ അയാൾക്ക് ഭ്രാന്ത് പോലെയായി. അയാൾ അത് സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് നിങ്ങളുടെ കല്യാണ ഫോട്ടോ തല്ലി തകർത്തു. അയാൾ അങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കാൻ മോഹനോട് പറയണം. നീയും സൂക്ഷിക്കണം. സമീര
എന്നെ 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 ഉപദ്രവിക്കരുത്. സമീര ഞാൻ ഉപദ്രവിക്കേ? സമീര എന്തിനാ എന്നെ ഭയക്കുന്നത്? ഞാനെന്ന് സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ. ദയവ് ഇത് എന്നെ ജീവിക്കാൻ അനുവദിക്കണം. എന്റെ ഭർത്താവിനെ ഒന്നും ചെയ്യരുത്. എനിക്കാരും ഒന്നും ചെയ്യണ്ട. സമീര എന്റേതായാ മതി. ഞാനൊരു ഭാര്യയാണ്. എനിക്കതറിയണ്ട. ഒരാളും സമീരയിൽ അധികാരം കാണിക്കണ്ട, അവകാശപ്പെടണ്ട. സമീര എന്റേതാ, എന്റേത് മാത്രം. അത് സാധ്യമല്ല. സാധ്യമാവണം. സാധ്യമായേ പറ്റൂ. അല്ലെങ്കിൽ ഞാൻ എന്തും ചെയ്യും. ആരെയും കൊല്ലും. ഈശ്വരാ. കരരുത്. ഈ കണ്ണുനീര് എനിക്ക് സഹിക്കാൻ പറ്റില്ല. സമീര, സമീര. Hey, 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 stop it! I said stop it! Bloody... Hey, Samira! Shit! ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ്. മോഹൻ കുമാർ. സാറ് പോയല്ലോ എം ഡി കാണാൻ. എന്താ മാഡം, എനിത്തിങ് പ്രോബ്ലം? നത്തിങ്. Who are you? ജീവൻ. ജീവൻ ജോർജ്. What do you want? സമീര. എന്റെ സമീര എനിക്ക് വേണം. എന്ത് പറ്റി? എന്ത് പറ്റി? ഈശ്വര, കുറെ മുറിവുണ്ടല്ലോ. ചാവാതിരുന്ന ഭാഗ്യം. എന്തുണ്ടായ? പണ്ട് ആക്സിഡന്റ് ആയോ? അങ്ങനെ കൊല്ലാനായിരുന്നു പ്ലാൻ. നടന്നില്ല. കൊലക്കത്തിയുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടു. ഈശ്വര, എന്താ നീ ആരാ ചെയ്തേന്ന് ചോദിക്കാൻ? എനിക്കറിയാം. അയാളെ ഞാൻ കണ്ടു. ജീവൻ ജോർജ്. ഓഹോ, അപ്പോ നിനക്ക് നേരത്തെ അറിയായിരുന്നല്ല? ഇന്നാണ് ഞാൻ കണ്ടത്. ഇപ്പോ മാഹിന്ന് കുഞ്ഞമ്മാന്റെ കത്തുണ്ടായിരുന്നു. അയാൾ അവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കിയെന്ന്. അത് മോഹനേട്ടനോട് പറയാൻ ഞാൻ കമ്പനിയിൽ വന്നു. വഴിക്ക് വെച്ചാ കണ്ടത്. എന്നെ തടഞ്ഞു നിർത്തി. എന്നിട്ട് എന്ത് പറഞ്ഞു പഴയ കാമുകൻ? കാമുകനോ? ഈശ്വര, കുറെ നാള് കാമുവേഷം കെട്ടിച്ചല്ലേ? അന്നേ ഞാൻ പറഞ്ഞിരുന്നു ഇത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പൊ അനുകമ്പ, സഹതാപം, രക്ഷപ്പെടുത്തൽ, എന്നിട്ടോ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ അന്ത്യം കണ്ടില്ലേ? ഇപ്പൊ ഞാൻ അങ്ങനെ പറയരുത് മോനേട്ടാ. ദയവ് ഇതങ്ങനെ പറയരുത്. അവനൊരു ചുക്കും
ചെയ്യില്ല. എന്ത് ചെയ്യുന്നു പറഞ്ഞു എന്നോട്. എനിക്ക് പേടിയാ. എനിക്ക് പേടിയാ. സാരമില്ല.